നമസ്കാരം. കരുതൽ ന്യൂസിലേക്ക് സ്വാഗതം. അധികൃതരും മാധ്യമങ്ങളും മറന്നുപോയ വിലങ്ങാട് ഇന്നും കേരള മനസാക്ഷിയുടെ മുന്നിൽ ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്നു. മരണസംഖ്യ കുറഞ്ഞതുകൊണ്ട് മാത്രം ദുരന്തത്തിൽ തകർന്നുപോയ ഒരു സമൂഹത്തിനു നേരെ മുഖം തിരിക്കുന്നവർ ദുരന്തങ്ങളെ കാര്യസാധ്യത്തിനുള്ള ആഘോഷമായി മാറ്റുന്നുവോ എന്ന് ജനം സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. 2019 ഉരുൾപൊട്ടിയ പ്രദേശമാണ് വിലങ്ങാട്. വിലങ്ങാട് നിന്ന് 2 കിലോമീറ്റർ അകലെ ആലിമൂലയിലാണ് 2019 ഉരുൾപൊട്ടിയതും മരണമുണ്ടായതും. എന്നിട്ടും കോഴിക്കോട് ജില്ലയിലുള്ള ഈ പ്രദേശത്തിന് ഇന്നുവരെ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. വാഗ്ദാന പെരുമഴയിൽ മുങ്ങിപ്പോയ ജനം വീണ്ടും കണ്ണീരിന്റെ മുൾമുടി അണിഞ്ഞുവെന്ന് മാത്രം. മയ്യഴിപ്പുഴയുടെ തീരം എഴുത്തുകാരന്റെ മനസ്സിൽ സ്നേഹ പെരുമഴയാണെങ്കിൽ ആ നാട്ടുകാരുടെ ഉള്ളിൽ തീമഴയായി പൊള്ളിക്കുകയാണ്. 2024 ജൂലൈ 30 കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ വാണിമൽ ഗ്രാമപഞ്ചായത്തിലെ വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായത്. അന്നൊരു മഴയുടെ ദിനമായിരുന്നു. അത് വൈകിട്ട് ഒരു 4 മണിയോടുകൂടി മഴയുടെ നല്ലൊരു മാറ്റം വന്നു. വളരെ ശക്തമായ മഴ, നിർത്താത്ത മഴ, ഇരുണ്ട ഒരു കാലാവസ്ഥ, അങ്ങനെ വളരെ രൂക്ഷമായിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു. ഏകദേശം രാത്രി 12 മണിയോട് അടുത്തായപ്പോൾ പുഴയിൽ നിന്നും കല്ലുകൾ ഇടിക്കുന്ന സ്വരങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കാൻ തുടങ്ങി. ഒരു 12:30 ഇവിടെ വെലങ്ങാട് റെസ്ക്യൂ ടീം എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരുടെ ഒരു വോളണ്ടിയർ ടീമുണ്ട്. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചോ സംഗതിയൊക്കെ കൈവിട്ടു പോയി, ഇവിടെ ഉരുൾപൊട്ടിയിട്ടുണ്ട്, പുഴയിൽ വെള്ളം ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. മഞ്ഞച്ചീളി, അടിച്ചിപ്പാറ, മലയങ്ങാട് പാനവും വലിയ പാനവും പന്നിയേരി, മുച്ചങ്കയം എന്നീ ഭാഗങ്ങളിലാണ് ഉരുൾപൊട്ടിയത്. മലവെള്ളപ്പാച്ചിലിൽ ഉരുട്ടിപ്പാലം, വിലങ്ങാട് ടൗൺ പാലം, മഞ്ഞച്ചീളിയിലെ 2 പാലം, മലയങ്ങാട് പാലം എന്നിവയ്ക്ക് നാശമുണ്ടായി. കേരളത്തിലെ തന്നെ ഏറ്റവും സുന്ദരിയായ പുഴയെന്നറിയപ്പെടുന്ന മയ്യഴിപ്പുഴ കുലംകുത്തി ഇങ്ങനെ മലവെള്ളം പാഞ്ഞു പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. വിലങ്ങാട് അങ്ങാടിയിൽ ആ സമയത്ത് ഏകദേശം അരയ്ക്കൊപ്പം വെള്ളമുണ്ടായിരുന്നു. പുഴയ്ക്ക് അപ്പുറത്തേക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റാത്ത അതിശക്തമായിട്ടുള്ള ഒഴുക്കാണ് ഞങ്ങൾ കാണാനായിട്ട് സാധിച്ചത്. പ്രളയത്തിൽ തകർന്ന ഉരുട്ടിപ്പാലം 1 വർഷം മുൻപാണ് പുനർനിർമ്മിച്ചത്. ദുരന്തം കഴിഞ്ഞ് മാസങ്ങളായി. മഞ്ഞച്ചീളി സ്വദേശി കുളത്തിങ്കൽ മാത്യു മത്തായി എന്നൊരു അധ്യാപകനും ഏതാനും ചിലരും ഓടി നടന്ന് ജനങ്ങളെ വിവരമറിയിച്ചതിനാൽ കൂട്ടമരണം ഒഴിവായി. രക്ഷകനായ ഈ റിട്ടയർഡ് അധ്യാപകൻ മാത്രം രക്ഷയില്ലാതെ ഉരുൾപൊട്ടലിൽ മറഞ്ഞുപോയി. ഞങ്ങളൊരു 2:30 ഇങ്ങനെ മഞ്ഞച്ചീളി എന്ന് പറയുന്ന സ്ഥലത്ത് അതിഭീകരമായ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു. അവിടെ മാത്യു മാഷ് എന്നറിയപ്പെടുന്ന റിട്ടയർഡ് അധ്യാപകൻ മലവെള്ളപ്പാച്ചിൽ ഒഴുകിപ്പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വാർത്തകളും ഞങ്ങൾ കേൾക്കാനിടയായത്. അദ്ദേഹം സ്വപ്നം കണ്ട ഭവനം ഇന്നും പൂർത്തിയായിട്ടില്ല. 1 രൂപ പോലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇതുവരെ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ദുരന്തബാധിതർ സർക്കാർ നിർദ്ദേശപ്രകാരം വാടക വീടുകളിലുണ്ട്. പക്ഷേ വാടക പണം ആർക്കും ഇതുവരെയും ലഭിച്ചിട്ടില്ല. സർക്കാർ തീർച്ചയായിട്ടും അവരൊക്കെ വാടക കൊടുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പഞ്ചായത്ത് വഴിയും വില്ലേജ് ഓഫീസർമാർ വഴിയും അവർ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതുവരെയും കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു പ്രൊസീജിയർ അത് സമയമേറിയതാണ്. ഇപ്പം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട MLA-യോടും MP-യോടും ഒക്കെ ഞങ്ങൾ പറയുന്നത്, മന്ത്രിമാരോടും ഞങ്ങൾ ആവശ്യപ്പെട്ടത് കഴിവതും ഇത്തരത്തിലുള്ള നൂലാമാലകൾ ഒഴിവാക്കി കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പ്രാവർത്തികമാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥനയും ഞങ്ങളുടെ പ്രതീക്ഷയും. ദുരന്തബാധിതർക്ക് ആകെ കിട്ടിയത് ഓണത്തിനുള്ള 5000 രൂപയാണ്. അതും കിട്ടിയില്ലെന്ന് പരാതിപ്പെടുന്നവരുമുണ്ട്. പൂർണ്ണമായും നശിച്ച നിരവധി വീടുകളും കടകളും.
നൂറുകണക്കിന് വീടുകൾ ഭാഗികമായി തകർന്നു. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ള ഒരു ശക്തമായ ഇടപെടലുകൾ ഇതുവരെ കാര്യമായിട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗവൺമെൻറ് ഇപ്പോൾ പ്രാഥമികമായിട്ട് ഒരു 5000 രൂപ വെച്ച് ഈ ഓണത്തിനോടനുബന്ധിച്ച് ഈ ദുരന്തത്തിലായിട്ടുള്ള കുടുംബങ്ങൾക്ക് നൽകുകയുണ്ടായി. ഇനിയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ഏറ്റെടുക്കുക, വീടിനുള്ള സൈറ്റുകൾ കണ്ടെത്തുക. ജിയോളജി വകുപ്പ് പറയുന്നത് ഇവിടെ പല പ്രദേശങ്ങളും താമസയോഗ്യമല്ല, വീട് നിർമ്മിക്കാൻ പറ്റിയ സ്ഥലങ്ങളല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള പറ്റിയ സ്ഥലങ്ങൾ കണ്ടെത്തുക, ഇതൊക്കെ സർക്കാർ ഏജൻസികൾ ചെയ്യേണ്ടതാണ്. അത് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ റിസൾട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് നമ്മൾ വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇടപെടലുകൾ. മഞ്ഞച്ചുഴലിലുണ്ടായിട്ടുള്ള അതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഭീകരമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടലിൽ അവിടുത്തെ റോഡും കടകളും 8 ഭവനങ്ങളും 5 കടകളും മാതാവിൻ്റെ ഒരു പ്രസിദ്ധമായ ഗ്രോട്ടോയും അതുപോലെ തന്നെ വായനശാലയും കോഴിക്കടകളെല്ലാം ആ മലവെള്ളം ഒഴുക്കിക്കൊണ്ട് പോയിരുന്നു. ഇനിയിപ്പോൾ നമുക്കിവിടെ ആവശ്യം ഇതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള സെറ്റിൽമെൻ്റ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഒരു പെർമനൻറ്റ് റീഹാബിറ്റേഷനാണ്. എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഏകദേശം 14ഓളം വീടുകൾ സമ്പൂർണ്ണമായിട്ട് ഒലിച്ചു പോയതുണ്ട്. ഏതാണ്ട് 22ഓളം വീടുകൾ പൂർണ്ണമായ രീതിയിൽ തന്നെ തകർന്നു പോയതുണ്ട്. പിന്നീട് നമുക്കൊരു 124ഓളം വീടുകൾ താമസയോഗ്യമല്ലാത്ത ഇങ്ങനെ ഭാഗികമായിട്ടും അതിൻ്റെ വീടിൻ്റെ ചുറ്റുപാടും ഒക്കെ തകർന്നു പോയതും, അതുപോലെ തന്നെ ഒറ്റപ്പെട്ടിട്ട് വലിയ ഈ മലയുടെ മുകളിൽ കൂടെയൊക്കെ എല്ലാ വീടുകളും പോയി അതിൻ്റെ ഇടയ്ക്ക് ചില വീടുകൾ ഒറ്റയ്ക്ക് ആയിരിക്കുന്ന അവസ്ഥയുമുണ്ട്. ഇനി അത് ഏകദേശം 124ഓളം വീട്ടുകളാണ് ഉള്ളത്. ഇപ്പം നമ്മളൊരു പ്രിയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇവിടെ അവരെ പുനരധിവസിപ്പിക്കാനാണ് തീരുമാനം. വലിയൊരു പ്രദേശമേ കൃഷിക്ക് യോഗ്യമല്ലാതായി. അതുകൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ പട്ടിണിയിലും. പക്ഷെ നമ്മുടെ നെഞ്ച് തകർക്കുന്നത് പിന്നീടാണ്. നമ്മൾ ഈ കൃഷിസ്ഥലങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരു മനുഷ്യാധ്വാനം മുഴുവൻ അരമണിക്കൂർ നേരത്തെ ഒരു ഉരുൾപൊട്ടലിൽ മുഴുവൻ ഒലിച്ചു പോയ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു ജനസമൂഹത്തിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നായിരിക്കും ഇതിനൊരു മാറ്റമുണ്ടാവുക? എന്താണ് സർക്കാർ ഇവർക്കായി ചെയ്യാൻ പോകുന്നത്? ചുവപ്പ് നാടകളുടെ കുരുക്കിൽ നിന്ന് ഈ ജനത്തിന് എന്നായിരിക്കും മോചനമുണ്ടാകുക? നീതിക്ക് വേണ്ടി മാന്യമായി ജീവിക്കുവാനുള്ള അവകാശത്തിനു വേണ്ടി ഈ ജനത്തിനോട് അധികാരികൾ എപ്പോഴായിരിക്കും കരുണ കാണിക്കുക? കരുതൽ ന്യൂസ്, കൊല്ലം.